ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന ലൈക്ക് കാരണം എൻ്റെ വീഡിയോ കുറേ പേരിലേക്ക് എത്താനൊക്കെ അത് സഹായകമാകും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇത് ഒഴിഞ്ഞ കോൾഗേറ്റിൻ്റെയോ മറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റിൻ്റെ ട്യൂബ് വെച്ചിട്ടുള്ള കുറച്ച് അടിപൊളി ടിപ്സാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഒഴിഞ്ഞ കോൾഗേറ്റിൻ്റെ ട്യൂബാണ്. ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, നമ്മൾ ഒഴിഞ്ഞതാണെങ്കിൽ അതിൽ കട്ട പിടിച്ചിട്ടൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ പ്രാവശ്യം മാത്രമാണ് വെള്ളം ഒഴിച്ചത്. എന്നിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ഒഴിച്ചു കൊടുത്താലും അതിൻ്റെ അകത്ത് ഇനിയും ഒത്തിരി ബാക്കിയുണ്ട് കേട്ടോ. അപ്പം അത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഈ ഒരു ട്യൂബ് വെച്ചിട്ടുള്ള ടിപ്സ് ഞാൻ ആദ്യം തന്നെ ഷെയർ ചെയ്യാം. അപ്പം ഞാൻ ഈ ട്യൂബിൻ്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗം ഇത്ര നീളത്തിൽ വേണം കേട്ടോ. അപ്പം ഇത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളെ വീട്ടിൽ ചിരവയൊക്കെ ഉണ്ടാവില്ലേ, ചിരവ വാങ്ങിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഒരു ലിഡ് കിട്ടും. പക്ഷേങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് കളഞ്ഞു പോവുകയോ കാണാണ്ടായി പോവുകയൊക്കെ ചെയ്യില്ല. ഇത് നമ്മൾ കിച്ചൺ സ്ലാബിലൊക്കെ ഉറപ്പിച്ച് വെച്ചിട്ടുള്ള ചിരവയാണെങ്കിൽ കൈയൊക്കെ തട്ടി മുറിയാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ രാത്രി തേങ്ങേൻ്റെ ഒക്കെ അവശിഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ ഈ പാറ്റയും പല്ലിയൊക്കെ അതുമേലൊക്കെ വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പം കളഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേസ്റ്റിൻ്റെ കവർ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ഇത് ഞാനിങ്ങനെ സ്ലാബിലേക്ക് നമ്മൾ തള്ളി അങ്ങനെ വെക്കുന്ന ചിരവയായത് കൊണ്ട് തന്നെ അതിന് ഈ ഒരു ഇത് ഇടാൻ പറ്റത്തില്ല. കുറച്ച് കട്ട് ചെയ്തിട്ടാണെങ്കിൽ ഇടാൻ പറ്റും. നമ്മൾ ഉറപ്പിച്ച് വെച്ചിട്ടുള്ള ചിരവയൊക്കെ ആണെങ്കിൽ അതിൽ എളുപ്പത്തിൽ ഈ ഒരു പേസ്റ്റിൻ്റെ കവർ ഇടാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. ഇതേപോലത്തെ കത്തിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ സ്ലാബിലൊക്കെ ഇങ്ങനെ വെറുതെ വെക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനത്തെ പേസ്റ്റിൻ്റെ കവർ കട്ട് ചെയ്തിട്ട് അതിലിട്ടിട്ട് എന്തെങ്കിലും പൊട്ടിയിട്ടുള്ള ഗ്ലാസ്സോ മറ്റോ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ കൈ മുറിയത്തില്ല. കുട്ടികളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുട്ടികളൊന്നും പെട്ടെന്ന് കത്തി എടുത്ത് പോവില്ല. കത്തി നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും, മൂർച്ചയൊന്നും കുറയത്തൊന്നുമില്ല. ഇങ്ങനെ തന്നെ സൂക്ഷിച്ച് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോകാം. ഇതേപോലെ വായവട്ടം കുറവായിട്ടുള്ള കുപ്പിയിലൊക്കെ നമുക്ക് ഓയിലോ മറ്റെന്തെങ്കിലുമൊക്കെ ഒഴിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ നിലത്തേക്ക് തൂവിപ്പോവാതെ തന്നെ ഇങ്ങനത്തെ ഒരു പേസ്റ്റിൻ്റെ കവർ കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒത്തിരി പോലും നിലത്തേക്ക് തൂവിപ്പോവത്തില്ല. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മൾ വീട്ടിലുള്ള കത്രിക അതേപോലെ തന്നെ നഖം വെട്ടി അതിനൊക്കെ മൂർച്ച കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പേസ്റ്റിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെട്ടിക്കൊടുക്കുക. ഈ ഒരു കവർ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വെട്ടിക്കൊടുത്താൽ മതി. നല്ലപോലെ മൂർച്ച കൂടും കേട്ടോ. ഏത് പേസ്റ്റിൻ്റെ കവറായാലും കുഴപ്പമില്ല, ഇങ്ങനെ വെട്ടിക്കൊടുത്താൽ മതി. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. ഇതേപോലെ നമ്മുടെ വീട്ടിലെ പൈപ്പൊക്കെ നല്ല സ്പീഡിൽ വെള്ളം വരുന്നൊക്കെ ഉണ്ടെങ്കിലും അതേപോലെ തന്നെ തെറിച്ചൊക്കെ വെള്ളം വരുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ട്യൂബ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. നല്ല സ്ലോയിലാണ് വെള്ളം വരിക. അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് സഹായകമാകും. മേലേക്കൊന്നും വെള്ളം അധികം ആവാതെ തന്നെ കൈ കഴുകാനൊക്കെ പറ്റും. അതേപോലെ തന്നെ നമ്മൾ വാഷ് ബേസ് കഴുകുമ്പം ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. അപ്പം എല്ലായിടത്തെയും വെള്ളം എത്തുന്ന രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു പേസ്റ്റിൻ്റെ വെള്ളമാണ്. ഇതിലേക്ക് ഞാനൊരു മൂടിയിൽ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മൂടി അളവിൽ ഒരു 3-5 തുള്ളി ഉണ്ടാവും. എന്നിട്ട് ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിലുണ്ടാകുന്ന ബാഡ് സ്മെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. ഇറച്ചിയും മീനും മറ്റ് പച്ചക്കറികളൊക്കെ എന്തെങ്കിലും സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. ഇതേപോലത്തെ ഒരു കോൾഗേറ്റിൻ്റെ ഒഴിഞ്ഞ ട്യൂബ് എടുക്കുക. അതിലേക്ക് ഒരു 3-4 തുള്ളി ഉജാല ആണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു ഉജാല എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സിന് മുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നല്ല ഒരു ക്ലീനിങ് ഏജൻറ്റും കൂടിയാണ് കേട്ടോ. ഈ ഒരു ഉജാല വെച്ച് നമ്മൾ പാത്രമൊക്കെ ക്ലീൻ ചെയ്താൽ നല്ല രീതിക്ക് തന്നെ വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. ചായക്കറിയൊക്കെ ഉണ്ടെങ്കിൽ. ഇനി ഇതിലേക്ക് ഞാനൊരു 2-3 തുള്ളി വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനാഗിരി ഒഴിക്കുമ്പം ഇതിൻ്റെ അകത്ത് കട്ട കെട്ടി കിടക്കുന്ന പേസ്റ്റൊക്കെ നല്ലപോലെ മെൽറ്റായിട്ട് വരും കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒരു നൂല് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. നൂലിൻ്റെ ഒരു അറ്റത്ത് ഈ ഒരു പേസ്റ്റിൻ്റെ ട്യൂബും അതേപോലെ മറ്റേ അറ്റത്ത് ഞാനൊരു തീപ്പെട്ടിക്കൊള്ളിയാണ് കേട്ടോ കെട്ടിക്കൊടുക്കുന്നത്. തീപ്പെട്ടിക്കൊള്ളി വേണമെന്നില്ല, എന്തെങ്കിലും ഒരു കമ്പ് എടുത്തിട്ട് ഒന്ന് നൂലിൻ്റെ ഒരറ്റത്ത് കെട്ടിക്കൊടുക്കുക. മറ്റേ അറ്റത്ത് നമ്മുടെ പേസ്റ്റിൻ്റെ ഈ ഒരു ഒഴിഞ്ഞ ട്യൂബും കൂടെ കെട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരമായിട്ടുള്ളൊരു സംഭവം തന്നെയായിരിക്കും കേട്ടോ. ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ട് അത് ഈ ഒരു പേസ്റ്റിൻ്റെ ട്യൂബിൻ്റെ മുകളിലായിട്ട് നിറയെ ഒഴിച്ച് വെച്ച് കൊടുക്കുക. ഒരു സൂചിയോ പിന്നോ എന്തെങ്കിലും എടുത്തിട്ട് നിറയെ ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ ഒത്തിരി പേസ്റ്റ് ബാക്കിയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഒഴിച്ചിട്ടുള്ള ഉജാലയും വിനാഗിരിൻ്റെ ഈ ഒരു മിശ്രിതവും എല്ലാം കൂടെ മിക്സായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ടോയ്ലറ്റിലെ ഫ്ലഷ് ടാങ്കിൻ്റെ അകത്തേക്ക് ഇട്ട് വെക്കാം. തീപ്പെട്ടിക്കൊള്ളി എന്തിനാണെന്ന് വെച്ചാൽ അത് ഇതിൻ്റെ അകത്തേക്ക് വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ ഇപ്പം ഫ്ലഷ് ടാങ്ക് ഇല്ലാത്തതിനെ കൊണ്ടാണ് എനിക്ക് കാണിച്ചു തരാൻ പറ്റാത്തത്. അപ്പം ഒരു 3-4 ദിവസമൊക്കെ നമ്മൾ ടോയ്ലറ്റ് കഴുകിയിട്ടില്ലെങ്കിലും ഓരോ ഫ്ലഷ് അടിക്കും തോറും ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു ഉജാലേൻ്റെയും പേസ്റ്റിൻ്റെയും ഒക്കെ മിശ്രിതം വന്നിട്ട് നമ്മളെ ടോയ്ലറ്റ് നല്ല
വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ ഒരിക്കലെങ്കിലും ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, വെറുതെ ആവില്ല. ഇങ്ങനത്തെ ഒഴിഞ്ഞ കോൾഗേറ്റിൻ്റെ ട്യൂബൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ ഓരോ പ്രാവശ്യം ഫ്ലഷ് അടിക്കുമ്പോൾ നമ്മളെ ടോയ്ലറ്റ് മഞ്ഞ നിറമൊന്നും ഇല്ലാതെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ. ഇവിടെ ഫ്ലഷ് ടാങ്ക് ഇല്ലാത്തതിനെ കൊണ്ട് എനിക്ക് അതിനകത്തേക്ക് വെച്ചിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്